അന്നേരം എന്റെ ഉള്ളിലൊരു പാളിച്ചുണ്ട് കിട്ടുമോ നമ്മളെല്ലാരും കൂടി ഒന്ന് കൊച്ചിയിലേക്ക് പോകാൻ കഴിയലാന്നിട്ടാ. അപ്പോൾ ഇന്ന് സ്കൂളിൽ ലീവാണ്. ഈ ആഴ്ച തുടങ്ങിയിട്ട് ഇന്നലെ ഒരു ദിവസം സ്കൂൾ ഉണ്ടായിരുന്നു മഴയായിട്ട്. അപ്പോൾ നാളെ പോകാന്നാ വിചാരിച്ചിന്. ഇന്ന് സ്കൂളുണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇന്ന് തന്നെ പുറപ്പെട്ടു. അത് വെച്ചാൽ നമ്മളെ അലൈനറെല്ലാം ഇതുവരെ ഉപയോഗിച്ചതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഒന്നും കൂടി മാറ്റാനുണ്ട്. ഏകദേശം ഋത്തിക്കിൻ്റെത് ഏകദേശം ആയിനെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഇന്ന് പോയിട്ട് വേണം ഇന്ന് മാറ്റിയിട്ട് എനിക്ക് ഇടാനുണ്ടാവും. അതെ, സ്കാനിങ് ആക്കിയിട്ട് ആദ്യം 20 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം പോകേണ്ടി വരും. ഇത് അലൈനർ വന്നിട്ടുണ്ടാവല്ലേ. അതെ. കുറെ പേര് ഇപ്പം ചോദിക്കലുണ്ട് കവി പിന്നെ പല്ലിന് ക്ലിപ്പിട്ടോ ഇങ്ങനെ ക്ലിപ്പ് ഇടൂന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിത് 2-3 വീഡിയോയിൽ പറഞ്ഞു നമ്മള് ഇട്ടിട്ടുണ്ട്. കുറെ മാറ്റം വന്നു. പക്ഷെ അതിലിടയ്ക്ക് അവളെന്ന് എടുത്ത് വെച്ചാല് മൊത്തം ശരീരം ഭക്ഷണം പിന്നെ നെയ്യ് അതുപോലെ തന്നെ മൈദ ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ട് തടി കുറച്ചേരം എന്തായെന്ന് വിചാരിച്ചാൽ പല്ല് കുറഞ്ഞത് കാണുന്നില്ല. ഡോക്ടർ പറഞ്ഞു അത് കുറഞ്ഞു. പക്ഷേങ്കിൽ കാണണ്ടെങ്കിൽ വിസിബിൾ ആണെങ്കിൽ തടി കൂടി കുറച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പം കുറയാത്ത പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ എപ്പോഴും ലേഖയും മക്കൾ വന്ന് എന്റെ അപ്പുറം നിക്കല്. അപ്പൊ ഇന്നിപ്പോ ലേഖ പോകുന്നുണ്ട്. അതുകൊണ്ട് ബില്ലോളും മക്കളും വന്ന് ഇവിടെ നിൽക്കുന്നത്. ചാലയെല്ലാം കഴിഞ്ഞു. നമ്മള് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ഈ സ്ഥലത്താണല്ലോ. അപ്പോൾ ഞാൻ വരുന്ന വഴി കവിയോട് കുറച്ച് കാര്യങ്ങൾ പറയലായിരുന്നു. നമ്മൾ ആദ്യം അമ്മക്കൊരു ഓപ്പറേഷൻ വന്നിട്ടുണ്ടായി. അതുപോലെ തന്നെ കവിക്കൊരു ഓപ്പറേഷൻ വന്നിട്ടുണ്ടായി, ഋത്വിക്കിന് വന്നിട്ടുണ്ടായി. ഈ സമയത്തൊന്നും നമുക്ക് ഇൻഷുറൻസ് പോളിസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ 400 രൂപ മുതൽ തന്നെ പോളിസിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോളിസി നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് പറയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിൽ ഉണ്ടാക്കുന്ന പൈസക്ക് എന്തെങ്കിലും ഒരു അസുഖവും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ മൊത്തം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അപ്പോൾ നമുക്കൊരു പോളിസിയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതെപ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും പോളിസികൾ എടുക്കേണ്ടതാണ്. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കൂടി ഞാൻ പറയലേനു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുക്കുക. അവിടെ കയറിയാൽ എല്ലാ പോളിസികളെ കുറിച്ചും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പോളിസികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാ പോളിസികളും താരതമ്യം ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റിയത് ഏതാണെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും പോളിസി എടുക്കേണ്ടതാണ്. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പോളിസി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയതെന്ന് വെച്ചാൽ എന്തായാലും എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ലിങ്ക് കൊടുത്തതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പോളിസികൾ അവൈലബിൾ ആണ്, അതെങ്ങനെയുള്ള നമുക്ക് പറ്റിയതാണെന്ന് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൂടി ഞാൻ ഇന്ന് കവീൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലൊന്ന് പറയുമെന്ന് ലിങ്കും കാര്യങ്ങളും നമ്മൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓടി കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഡ്രൈവറെല്ലാം മാറിയിട്ടുണ്ട്. ഹൈവേയിലെത്തിയ ഇപ്പോൾ കവി തന്നെയാണ് അധികം വണ്ടി ഓട്ടിക്കല്. ചേച്ചി ഹൈവേയിലോട്ടാ നല്ല സുഖമാണ്. നമ്മളെ കോഴിക്കോട് കൊയിലാണ്ടി കഴിഞ്ഞാൽ പിന്നെ ഹൈവേ നല്ല ഓണായി, നല്ല റോഡായി. അപ്പോൾ പിന്നെ ഈ അവസരത്തിൽ നമുക്ക് തിരിച്ചു വരുമ്പോ ഹൈവേ നടക്കുന്നുണ്ടേ. തെരിയാന്ന് പറഞ്ഞാല് ചിലപ്പോ അത്ര തെരിയേണ്ട ആവശ്യം നിന്നില്ല. ഒറ്റയടിക്കാൻ കിട്ടിയില്ല ലൈസൻസ്. അടിക്കാൻ പോയിട്ട് 2 കൊടുത്തിരുന്നു. 8 വെച്ചു. കാറിന്റെതും അല്ല, കാർ എടുക്കുന്നത് ചേച്ചി ഉപയോഗിക്കില്ല. പക്ഷെങ്കിൽ ബൈക്ക് എടുക്കുള്ളൂ. സ്കൂട്ടി എടുക്കുന്നത് അങ്ങനെയൊന്നല്ല. അതെല്ലാം പോയോക്കണം നല്ല തിരില്ലോ. അങ്ങനെ സാർ അങ്ങനെ MPD സാർ അങ്ങനെ വെറുതെ തരുമെന്നില്ല. നമ്മൾ പോയിട്ട് അവര് കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടാലേ അവർ തരുള്ളൂ. എച്ചും വരക്കണം. റോഡ് ടെസ്റ്റും ഉണ്ട്. റോഡ് ടെസ്റ്റിൽ ഫസ്റ്റ് ഗിയർ 3 ഗിയർ ഇട്ട് കാണിച്ചു കൊടുക്കും. എന്നെ വേണം ഓടിച്ചിട്ട് കാണിക്കണം. എല്ലാം അതിൻ്റെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓടിച്ചുകൊണ്ട് ചെയ്ത് കാണിച്ചാലേ കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെ ഞാനെല്ലാം എൻ്റെ ആ ഇതിൽ ചെയ്ത് എടുത്തിന്. പോകുമ്പോ എൻ്റെ ദൈവേ, ഇനി ഏത് ദൈവത്തിനും വിളിക്കാനും ഇല്ല. ഞാൻ എല്ലാവരും വിളിച്ചിട്ട് പോയിന്. അന്ന ടെസ്റ്റിൽ കയറ്റുമ്പോൾ ഫസ്റ്റ് അന്നെ തന്നെ കയറ്റുകയും ചെയ്തിന്. അന്നേരം എൻ്റെ ഉള്ളിലൊരു പാളിച്ചിന് കിട്ടുമോ ഇല്ലയോ എന്ന്. അന്നലെ പെരുമഴയേനും.
ഒരു ജൂലൈ 14-നാണ് നമുക്ക് ടെസ്റ്റ് പാസ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, വരുമ്പോ ഹൈവേ തന്നെ എടുത്താളാ അല്ലേ എന്നാണ് തല്ലിട്ടാ എങ്ങനെ പോവാന്ന്. നല്ല സുഖാലി. അതെ. പക്ഷെ ട്രാക്ക് അറിഞ്ഞിട്ടേ ഓടിക്കാൻ പറ്റൂലേ. ട്രാക്ക് അറിയാണ്ട് നമ്മളില്ലേ ഭയങ്കര സന്തോഷം എന്ന് വെച്ചല്ലേ, ഞാൻ ഫസ്റ്റ് ഡ്രൈവറാണല്ലോ. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ പോയിട്ട് ഇതേ ഇവരെല്ലാവരും വണ്ടി എടുത്ത് ഓടിച്ചു പോകുമ്പോൾ ഇതില്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ടെൻഷനാണ് എനിക്ക്. ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോൾ എന്നിട്ട് ചവിട്ടി സത്യം പറഞ്ഞാൽ ഇവിടെ ബ്രേക്കും ഇതുണ്ടോന്ന് എനിക്ക് സംശയം. എന്നുവെച്ചാൽ ഓളാർന്ന് ചവിട്ടുന്നതിനെക്കാട്ടി മുമ്പ് ഞാനെടുത്ത് ചവിട്ടുന്നുണ്ട്. സത്യം ഡ്രൈവറായിട്ട് അടുത്തിരുന്ന് കഴിഞ്ഞാൽ അതാ നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കും. നോക്കേ നോക്ക് അതെ ടെൻഷനായി കളയും ചെയ്യും. അല്ല അതല്ല കിട്ടി. ഇതിപ്പോ ഒരു വണ്ടി കാണുമ്പോൾ ഞാനിങ്ങനെ കാര്യം ഇങ്ങനെ അല്ല ഇതല്ല ഇത് ക്ലച്ചിപ്പോലല്ല ഇങ്ങനെ ചവിട്ടി നോക്കുമെന്ന് വണ്ടി വരുമ്പോ ഇങ്ങനെ അറിയാണ്ട് ചവിട്ടി പോകും. ശരിക്കും ഇങ്ങനത്തെ വണ്ടി എടുക്കാനാ സുഖം. ക്ലച്ചില്ലാതെ വണ്ടി എടുക്കാൻ ഏറ്റവും സുഖം. ക്ലച്ച് ഇടുമ്പോ നമ്മള് ഗിയർ മാറ്റാണ് ക്ലച്ച് ഇടുന്നത്, അധികം ക്ലച്ച് ചവിട്ടുന്നത്. അപ്പൊ ഗിയർ മാറ്റുകയോ വേണ്ട, ഏത് സ്ഥിരം ഇങ്ങനെ പോകാറുണ്ടോ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റാൻ നമുക്ക് തിരുവാട് കിട്ടൂല, എല്ലാം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇതാവുമ്പോ സൂപ്പർ ആയിട്ടാ. പക്ഷെ നമ്മള് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഗിയർ മാറ്റിട്ട് പോകുന്നതാണ് ഏറ്റവും സുഖം. ഇതിപ്പോ ഓട്ടോമാറ്റിക്കലാണ്, മാനുവൽ ഗിയറാണ് എനക്കെല്ലാം ഇഷ്ടം. എന്നുവെച്ചാൽ ഗിയർ മാറ്റിയിട്ട് പോകുമ്പോൾ ഉള്ളൊരു ഫീല് അതൊരു വേറെ ഫീലാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളവർക്കെല്ലാം ഈ ഗിയർ മാറ്റുന്ന ഇഷ്ടമല്ല, ഓട്ടോമാറ്റിക് എല്ലാവർക്കും ഇഷ്ടം. ഇതൊക്കെ അത് സുഖമാണ്. കാരണം വെച്ചാല് കുട്ടിക്കിനെ സ്കൂൾ കൊണ്ടാക്കാൻ പോകുമ്പോ ആൾട്ടോ വണ്ടി എടുത്തിട്ട് പോകുന്നതാണ്. ഇതൊക്കെ വിഷയമല്ല. ഏതുവരെ കവി ഓ കവിനെ ബുക്കിയാക്കുന്നുണ്ടേ. ഞാൻ ഇത്തിരി സമയം വണ്ടി ഓടിച്ചാൽ അന്നൊന്നും പറഞ്ഞില്ല. വേറെ തന്നെ സുഖാണ്. അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്നും വരൂലല്ലോ, അങ്ങോട്ടൊക്കെ പോണ്ടാന്ന്. ആദ്യം ഡ്രൈവിംഗ് പഠിച്ച പാടില്ല, വണ്ടി എടുക്കുമ്പോയില്ലേ വായല പൊളന്നിട്ട് ചോദിക്കും ഇതൊത്തിരി വായ ഇങ്ങനെ തുറന്നു. വണ്ടി ഓടിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മള് ഷൊർണൂർ എത്താനായിട്ടാ. ഷൊർണൂർ എത്തി നമ്മള് 10 മണിക്ക് നമ്മളെ വണ്ടി വിട്ടിയാന്നേ. 10 മണിക്കല്ലേ ഇപ്പൊ സമയം ഏകദേശം 4 മണി. 10:30 ശരിയാ 11 മണി 4 മണിയായിട്ട്. ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്ന ഷൊർണൂർ നമ്മളെ മണിയാട്ടന്റെ കിള്ളം മണിയാട്ടന്റെ ഒരു ഫർണിച്ചർ അടിപൊളിയാണ്. കിള്ളം മണിയാട്ടെ നല്ല ഫർണിച്ചർ. നമ്മളെ വീട്ടിൽ കുറേ ഫർണിച്ചർ കൊണ്ടുവന്നെ മുമ്പ് ഇരിക്കുക. അന്നേരം വീഡിയോ പറഞ്ഞേ നമ്മള്. അപ്പോൾ പുള്ളിയിലോട്ട് വരുമ്പോൾ ഇവിടെ ഒന്ന് കയറണേന്ന് പറഞ്ഞു. പോണല്ലേ ഇവിടെ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളീൻ്റെ ഇടയ്ക്കും കൂടി ഒന്ന് കയറിയിട്ട് പോകുന്ന ശീലോട്ട് അങ്ങനെ പോക്കാന്ന്. അപ്പോൾ നല്ല ബന്ധം കേട്ടോ, ഫാമിലിയായിട്ട് നല്ല ബന്ധമാണ്. നല്ല ഫർണിച്ചർ വന്നു അടുത്ത ഷോപ്പിൽ, നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചർ, അതും നല്ല വിലക്കുറവില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യാനും പറ്റും. ഞാൻ അവിടെ എത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അവിടെ വന്നിട്ടൊന്ന് വിലയിലും ചോദിച്ച് നല്ല മരവ് വന്നിട്ട് നമ്മളെ വീട്ടിലിപ്പോൾ ഫ്രണ്ടിലിരുന്ന് ആ കസേരയും കാര്യങ്ങളെല്ലാം മണിയാട്ടിൻ്റെയാണ്. ഇവിടെ ഇപ്പോൾ അതാണ് കേട്ടോ മണിയാട്ടെ, കിടന്ന മണിയാട്ടെ. നിലമ്പൂർ ഫർണിച്ചർ ഇതാണ് കേട്ടോ കട. ഇതാണ് മണിയാട്ടൻ നിലമ്പൂർ ഫർണിച്ചറിങ് കൊണ്ട് കാണിച്ചു കൊടുത്തത്. നമ്മളേതാ എത്തിയേട്ടാ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്. സ്ഥലം വരുന്നത് സ്ഥലം ഇവിടെ ഷൊർണൂർ തന്നെ കൊടുത്തേട്ടാ. ഷൊർണൂർ. അപ്പം നമുക്ക് അടുത്തേക്ക് പോകാം. എന്താ നമ്മളെ സ്വന്തം മണിയാട്ടം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലെത്തിട്ടോ. ഇതാ നമ്മളെ മണിയാട്ടൻ. മണിയാട്ടാ നമസ്കാരം. പിന്നെ എന്താണ് സുഖല്ലേ? പറയൂ. അപ്പൊ നമ്മളെ മണിയാട്ടം എന്ന് പറഞ്ഞാല് ഇവിടെ സ്വന്തമായിട്ട് ഇവിടെ ഫർണിച്ചർ ഷോപ്പാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മളെ എവിടുന്ന് കിട്ടുന്നതിനെ കട്ടിയും അല്ലെ ധൈര്യത്തിൽ പറഞ്ഞൂടെ. അങ്ങനെ എവിടുന്ന് കിട്ടുന്നതിനെ കട്ടിയും കുറഞ്ഞ റേറ്റിൽ ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ കിട്ടാൻ കിള്ളം മണിയാട്ടെ നമ്മളെ അനുഭവം കേട്ടോ. നമ്മളെ അനുഭവം മാത്രമല്ല, നമ്മളെ കുറെ സുഹൃത്തുക്കൾക്കുള്ള അനുഭവമാണ്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ സുഹൃത്തിനടക്കമുള്ള ഫർണിച്ചർ നാട്ടിലേക്ക് കണ്ണൂരേക്ക് ഇടുന്ന കൊണ്ടുപോകുന്നേട്ടാ. അപ്പോൾ ഉള്ളിൽ പോയി നമുക്ക് കാര്യങ്ങളെല്ലാം കാണാം. അതിലിടയ്ക്ക് മണിയാട്ടൻ കുറിച്ച് പറയുമ്പോൾ മണിയാട്ടിന് ഏകദേശം എത്ര വയസ്സായി മണിയേട്ടാ? 34 വയസ്സായി. ഞാനും കവിയടക്കൂല എല്ലാവരും മണിയാട്ടിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളും ട്രൈ ചെയ്യുന്നുണ്ട്. മണിയാട്ടിനും ആഗ്രഹത്തോടെ നിൽക്കുമെന്ന് കുറച്ച് ലൈറ്റായി പറ്റിയ. എത്ര വയസ്സായി മണിയേട്ടാ? 34 വയസ്സുള്ളൂ മണിയാട്ടിന്. അപ്പൊ മണിയാട്ടൻ ഇങ്ങനെ അന്വേഷിച്ചോണ്ടുണ്ട്. അതെ, നമ്മളെന്താ വെച്ചാൽ നായർ കാസ്റ്റാണ്. ഇപ്പൊ അറേഞ്ച് മാരേജ് വളരെ കുറവാണ് നടക്കുന്നത്. നമ്മള് മാട്രിമോണിയിലൊക്കെ കൊടുക്കലുണ്ട്.
2-3 വർഷമായിട്ട് നോക്കലുണ്ട് എല്ലാവരും നിങ്ങൾ അങ്ങനെയെല്ലാം നോക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഇതില്ല. പക്ഷെ പെണ്ണിന്റെ വീട്ടുകാർ വെറുതെ ജാതകം അത് അതെ അതെ, നല്ലൊരു പെണ്ണോട് കാത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്തും. എവിടുന്നായാലും നല്ലൊരു നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ടും കാര്യങ്ങൾ ആയിട്ട് എൻക്വയറി ചെയ്യാച്ച. അന്ന് ബിജുവേട്ടൻ്റെ പറഞ്ഞിട്ട് 1-2 പേര് എൻക്വയറി ചെയ്തു, പക്ഷെ കുറെ പേരിൽ എത്തിയില്ല തോന്നണേ. എത്തിയില്ല. അപ്പൊ ഞാൻ പറയുന്നു, നല്ല ആലോചനകൾ ഉണ്ടെങ്കിൽ മണിയാട്ടം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന കട കാണിച്ചു തരട്ടെ. ഇത് മാത്രമല്ല, ഇതുപോലത്തെ വലിയ കട വേറെയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നല്ല സെറ്റിൽഡ് ആണ്. എവിടെയെങ്കിലും നല്ല ആലോചന കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊരു വിവാഹാലോചനയും കൂടി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കൊണ്ട് എൻക്വയറി ചെയ്ത നമ്പർ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ കൊടുക്കാൻ എന്തായാലും. എവിടെയെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ മണിയാട്ടന. അതെ, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം പറഞ്ഞ പോലെ ഇതിന്റെ ഇടയിൽ കൂടെ കല്യാണത്തിന്റെ കാര്യം കൂടി. കാരണം നമുക്കില്ലേ മണിയാട്ടനോടുള്ളൊരു ഇതുണ്ട്. അപ്പൊ നമ്മളെ ഭാഗത്തു നിന്നുള്ള നമ്മൾ അന്വേഷിച്ചുകൊണ്ടുണ്ട്. ശരിക്കും നമ്മളെ നാട്ടിന്റെ അങ്ങോട്ടാണെങ്കിൽ മണിയാട്ടൻ നമ്മൾ കൊടകിലൊന്നും എവിടെയായാലും സാധാരണക്കാരായാലും നമുക്കങ്ങനെ ഭയങ്കര അങ്ങനെയൊന്നും വേണ്ട. അവരൊന്നും നോക്കുന്നില്ല കേട്ടോ. ഒരു പെണ്ണ് സ്നേഹിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണ്, അതാണ് കുടുംബത്തിലേക്കുള്ള, അത് മാത്രം മണിയായിട്ട് നോക്കുന്നത്. ശരിക്കും നമ്മളിവിടെ വന്നതിന്റെ മെയിൻ ആയിട്ട് ഉദ്ദേശം തന്നെ ഈ ഒരു കാര്യം അറിയിക്കുക എന്നുള്ളതുകൊണ്ടാണ്. ഇനി നമുക്കൊന്ന് ഓണത്തിന് തിരക്കായിട്ട് ബിസിനസിന്റെ കാര്യം തിരക്കാക്കാൻ നോക്കുന്നില്ല. ഇല്ല, ആദ്യത്തെ കാര്യം കല്യാണം തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ വന്ന് നമ്മള് ഷോപ്പും കൂടി ഒന്ന് കാണിക്കാം. വാ, ഇതാണ് നമ്മൾ മണിയാട്ടിന്റെ ഷോപ്പ് കേട്ടോ. ഫുള്ളായിട്ട് ഫർണിച്ചർ. കറക്റ്റ് മണിയാട്ട ഷൊർണൂർ എവിടെയാണ് വരുന്നത്? ഇത് ഷൊർണൂരാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 1 കിലോമീറ്ററാണ് വരിക. അതുപോലെ മറ്റേ കട മറ്റേത് നമുക്ക് ഇവിടെ 4 കിലോമീറ്റർ മാറി തന്നെ ചെറുതുരുത്തി വെട്ടിക്കാട്ടിയാണ് കേട്ടോ. അത് നമുക്കൊന്ന് കാണാം കേട്ടോ, ഒന്ന് ലൈറ്റായിട്ട് കാണാം. നമുക്കത് ഇവിടെ എന്തൊക്കെയുണ്ട് മണിയേട്ടാ? ഇവിടെ നമുക്ക് കട്ടില്, ബെഡ്, നിലമ്പൂർ തേക്കിന്റെ കട്ടിലുണ്ട്. ബെഡൊക്കെ നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി റേറ്റിലാണ് കൊടുക്കുന്നത്. 50% മുതൽ 75% ഓഫറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആയാലും നല്ല മെഡിക്കേറ്റഡ് ബെഡൊക്കെ നമുക്ക് 37,000 കോസ്റ്റ് വരുന്നത്. നമ്മൾ 11,990 പ്രീമിയം കൊടുക്കുന്നത്. ഇനി കുറഞ്ഞ ബെഡ് ഉണ്ട് നമുക്ക്, സ്പ്രിംഗ് ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്പ്രിംഗ് ബെഡ് ഇല്ലേ, ഈ കുറഞ്ഞ ബെഡ് നമുക്ക് 8 ഇഞ്ച് കനുണ്ട്, 6.25 5 21,600 രൂപ വില വരുന്ന ബെഡാണ്. 5 വർഷം വാറണ്ടി ഉണ്ട്, 75 ഇഞ്ച് നീളം, 60 ഇഞ്ച് വീതി, 8 ഇഞ്ച് കനം വരുന്ന സ്പ്രിംഗ് ബെഡ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 5,990 കൊടുക്കുന്നത്. അതേപോലെ ഈ കട്ടില് 9,990 ബോക്സ് സെറ്റിൽ കൊടുക്കുന്നത്. അത് എഡ്ജ് ബെൻഡൊക്കെ ചെയ്ത മോഡലാണ് കേട്ടോ. തേക്കിൻ്റെ കട്ടിലൊക്കെ നമുക്ക് കണ്ടോ, ഈ മോഡലൊക്കെ തേക്കിൻ്റെ കട്ടിലൊക്കെ നമുക്ക് സ്പെഷ്യൽ റേറ്റിൽ നമുക്ക് വരുന്നത്. പാസിങ് അലമാറ ഓഫർ പ്രൈസ് വരുന്നത് 8,990 ഇത് 8,990 വരുന്നത്. പിന്നെ ഇതാ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഈ ഡ്രസ്സിംഗ് ടേബിളിന് പറഞ്ഞത് ഇവിടെ 2,000 രൂപ, 1,990 പറഞ്ഞത്. എഡ്ജ് ബെൻഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ അലമാറ നല്ല ഹൈറ്റ് ഉള്ള അലമാറ കേട്ടോ, ലോക്കറോട് കൂടിയ അലമാറ, പാർട്ടിക്കൽ ബോർഡിന്റെ 14,250 രൂപ വരുന്നതാണ്. ഇത് ശരിക്കും 5,990 4,990 വരിക. നല്ല ഓഫറുകളാണ്. നമ്മൾ ഓണത്തിന് ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ തേക്കിന്റെ 3 പേർക്ക് ഇരിക്കാവുന്ന സോഫ. ഇത് നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് 9,990 വരും. ഇത് ഡെപ്പോ തേക്കിനാണ്. ഇതൊക്കെ നമുക്ക് 35 രൂപയാണ് കേട്ടോ പറഞ്ഞത്. ഡെപ്പോ തേക്കാണ്. നമ്മുടെ നാടൻ തേക്കും ഡിപ്പോ തേക്കും ഉണ്ട്. 2 ഐറ്റംസ് നമ്മളുണ്ട്. ഇനി മെയിൻ ഐറ്റംസ് ഇത് ബിജോടിൻ്റെ അവിടെ കൊണ്ടുപോയ പോലത്തെ സെയിം സാധനം. അതെ അതെ അതെ, സെയിം സാധനം. അത് കണ്ടോ, ഇതിലിങ്ങനെ ഇരുന്നൊക്കെയാ ഈസി ചെയർ. ആ ഫ്രണ്ടിലുണ്ടല്ലോ ബിജോടിൻ്റെ. പിന്നെ കുറച്ച് പേരുകൾ കൊണ്ടുപോയിട്ടുണ്ട്, സംഗീതം. അതെ, സംഗീതം ഓനെ ഞാൻ നേരെ വിളിച്ചു പറഞ്ഞു മണിയാട്ടിൻ്റെ അടുത്ത്. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ആണെന്നൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട്. മണിയാട്ടിൻ്റെതായി ഒരു ബെഡ്, ഇതിന്റെ ബെഡ് ഒരു സമ്മാനമായിട്ട് തരുന്നുണ്ട്. നല്ല ബെഡായിട്ട് നമ്മളെ വീട്ടിലുണ്ടാകും, നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ആ ബെഡിന് ഒരു കമൻറ്റ് ഇടുക കൊണ്ടും ഷോർട്സ് നമ്മൾ ഉടനടി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നറുക്കെടുത്തിട്ട് ഒരാൾക്കൊരു ബെഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബെഡ് കൊടുക്കുന്നുണ്ട്. 2 പോയിട്ട് പങ്കെടുത്തോ. കേൾബ്രോ വിജിർത്തിക്ക് യൂട്യൂബിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. എത്ര ഇപ്പം വരുമോ? 11,990 ബിജോട്ടിന് തന്ന റേറ്റില്ല, ആ റേറ്റിൽ തന്നെ ഉള്ളത്. ഇവരെ കടേൻ്റെ മുകളിലേക്ക് വന്നിട്ടാവില്ലേ നമ്മളെ മുകളിലത്തെ നിലയിൽ ഇതുപോലെ ഇത് ബെഡുകൾ എല്ലാം ഉണ്ട്. ബിജോട്ടെ എന്താ മനസ്സിലായില്ലേ? ഇത് ഇത് നമ്മളെ വീട്ടിലുണ്ട്. ഇത് ഫ്രണ്ടിലിട്ടിട്ടുണ്ട്, ഫ്രണ്ടിലുള്ള സെയിം സാധനം. ഇതിന് പ്രൈസ് നമുക്ക് 7,900, നമ്മൾ അന്നത്തെ ആ റേറ്റ് തന്നെ ഇപ്പോഴും. പിന്നെ അതാ ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ, ഫുള്ളായിട്ട്. ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ചെറിയ വിലക്കാട്ടോ വരുന്നത്. ഡൈനിങ് ടേബിളൊക്കെ തേക്കിൻ്റെ ഒക്കെ നമുക്കൊരു 10,900. എല്ലാ തരത്തിലും കുറഞ്ഞും കൂടിയതുണ്ട്. ഇത് ഡിപ്പോത്തേക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ പ്രൈസ് വരും. 50% ഓഫർ ഇട്ടിട്ടുണ്ട്. 7 ഇഞ്ച് കനുള്ള യൂറോ ടോപ്പ് ബെഡ് 16,000 റുപ്യ വരുന്നത്. നമുക്ക് ഓഫറിൽ 4,990 കേട്ടോ. ഇത് ഡബിൾ ബെഡാണ്, 7 ഇഞ്ച് വർഷമുണ്ട്. ഇത് ബ്രാൻഡഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്, ഫോം ആൻഡ് കൊയർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓഫറുണ്ട്. ഇതിങ്ങനെ കൊടുക്കാൻ കാരണം ഇതെന്താ വെച്ചാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർക്ക്
ഡയറക്റ്റ് കിട്ടുന്ന ഒരു മാർജിൻ കസ്റ്റമർക്ക് കൊടുക്കുക. ഇത് കമ്പനി നേരിട്ട് ഹോൾസെയിൽ ആയതുകൊണ്ടാണ്. നമ്മൾ ഈ അടിക്കുന്ന ഈ മില്ലൻ പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നിടത്ത് ഒരുപാട് പ്രമുഖ ബ്രാൻഡുകൾ വരെ ചെയ്യുന്നുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം അവർക്ക് കുറേ സ്റ്റാഫുകളും കുറേ ഡിവിഷനും ഒക്കെ ചെയ്തു വരുമ്പോഴാണ് പ്രൈസ് വരുന്നത്. നമുക്കിത് എന്താ വെച്ചാൽ നേരിട്ട് കമ്പനിയിൽ നിന്ന് ഇറക്കുന്നു. ഇവിടെ ഒരു 3% to 5% വരെ മാർജിൻ ഇട്ട് കൊടുക്കുകയാണ്. അതാണ് ഇത്ര റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അത്ര ഓളിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് അത്ര കുറച്ചും ചെയ്തു തരാൻ പറ്റും. ഇതെല്ലാം പിന്നെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ചോദിക്കും കൂടി വേണ്ട. നമ്മളെ 16 വർഷമായില്ല നമ്മൾ ഈ ഫീൽഡ് ചെയ്യുന്നത്. ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഇടനിലക്കാരില്ല നേരിട്ട് ചെന്ന് നിലമ്പൂർ നമുക്ക് ഇതിന് തന്നെ നമുക്ക് ടീമുണ്ട്. നമുക്കിതിനെ ഇതിലൊപ്പം ചെയ്യാൻ വേണ്ടി നമുക്ക് നിലമ്പൂർ നമ്മളെ കൂടെ നമ്മളെ പാർട്ട്ണർമാരായിട്ടുള്ള നമ്മുടെ ടീംസ് ഉണ്ട്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിപ്പോത്തേക്ക് നാളന്തേക്കൊക്കെ കമ്പനി ഇടനിലക്കാരില്ലാതെ ഇവിടെ തരുന്നത്. അപ്പോൾ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്ന കാര്യം കൊണ്ടാണ് ചെറിയൊരു ഡെലിവറി ചാർജ് നമ്മൾ കൊടുക്കുന്നില്ല. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5000 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം 10,000 രൂപ പറഞ്ഞിട്ട് അത് ഫ്രീ പറയണമെന്ന് കാര്യമില്ല. നമ്മൾ നെറ്റ് റേറ്റ് ഇട്ടിട്ട് പിന്നെ വാടക പറയുമ്പോഴും കസ്റ്റമർക്ക് ലാഭമാണ്. രണ്ട് രീതിയിലും ചിന്തിക്കാം. പിന്നെ എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും എടുക്കണില്ല. കൂട്ടിയിട്ട് കുറയ്ക്കണ പരിപാടിയില്ല. ഒരൊറ്റ പ്രൈസ്. പാവങ്ങൾക്കും പണക്കാർക്കും എല്ലാവർക്കും ഒരു പ്രൈസാണ് നമുക്ക്. നല്ലൊരു ഊഞ്ഞാലിൻ്റെ തൊട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ സോഫ സെറ്റ് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഓഫറും കാര്യങ്ങളും. ഇതുവരെ മറ്റേ രണ്ടാമത്തെ ഷോപ്പാണ്. ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. അലമാരകളുണ്ട്. പിന്നെ ഇത് കണ്ട ഒരു കട്ടിലും ഇതുമായിട്ട് ഒരുമിച്ചിട്ടുള്ളതാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. സോഫയായിട്ട് ഉപയോഗിക്കാം, കട്ടിലായിട്ട് ഉപയോഗിക്കാം. ഹായ്, ഇവരുടെ പേര് പറഞ്ഞേ? അനുപേട്ട. ഇടാ ഓ കൂടിയുള്ള ഇതിന് മുകളിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇടേണ്ട ഇഷ്ടം പോലെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഓടിച്ച് കാണിക്കാം. ഇഷ്ടം പോലെ ഈ അലമാരകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ അലമാരകൾ. അതുപോലെ തന്നെ ബെഡ് അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ ഒരുപാട് ഫർണിച്ചറുകൾ. എന്ത് പറയണ്ടേ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി കേട്ടോ. കൊച്ചിയിൽ ഒരു 2 മണിക്കൂറും കൂടി വണ്ടി ഓടിച്ച് കൊച്ചിയിലെത്തിയിട്ട് റൂം എടുത്ത് ഇങ്ങോട്ട് ഗോകുലം പാർക്കിൽ അങ്ങനെ നമ്മൾ രാവിലെ എനിക്ക് അതിൻ്റെ ക്ലിനിക്കെല്ലാം പോകണം. ഇന്ന് ലേറ്റായി നമ്മളിവിടെ എത്തുമ്പോൾ. ചേച്ചി എങ്ങനെയുണ്ട് കൊച്ചി? കൊച്ചി സൂപ്പർ. കൊച്ചി കണ്ടവര് ചേച്ചിയുടെ കൊച്ചി കണ്ടത് രാത്രിയിലെത്തിയേ. പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് കൊച്ചിയിൽ പക്ഷേ ഇതിലോട്ട് ബാഗിൽ പെൻറ്റിലെടുത്ത് അതായത് ഈ പോത്തീസിന്റെ കൂടി പോയിനി. അന്നേരം ഞാൻ എന്നോട്ട് മീഡിയയുടെ പോത്തീസ് ഇന്ന് മോളേന്ന്. അപ്പൊ അതിനേരം ഇപ്പുറത്തന്നെ വന്നേ. ബെഡ് ഇവിടെ കണ്ടേ. ഈ റൂം എടുത്തു കഴിഞ്ഞാലേ നമ്മൾ റൂം എടുത്തിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് നമ്മൾ ആളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ബെഡ് നല്ല ഇതാണ് കേട്ടോ. ഇവിടെ ഈ ഗോകുലത്തിൽ ഇനി എത്രയാണ് റൂമിന് വരുന്നത്? അത്ര പൈസ ഞാൻ നാളെ പറയാം എത്രയാണ് നോക്കിയിട്ട്. ഇവിടെ വെച്ചാൽ ബെഡ് ഇവിടെ ഇതുണ്ട്. ഇത് വലിയ ഹോട്ടലാണ്. പക്ഷേങ്കിൽ എന്താ ഒരു ബെഡ് കൂടി വരുന്നുണ്ടാ. നമുക്ക് ആവശ്യത്തിന് വേണ്ടിക്ക് ബെഡ്. ഇപ്പം നമ്മളെത്ര ആളുണ്ട്? 3-4 ആളുണ്ട്. എല്ലാവർക്കും ഒരു ബെഡ്. നമ്മൾ വേറെ 2 റൂം എടുക്കണ്ടേ ശരിക്കും. പകരം എന്താ 2 ബെഡ് കേട്ടോ. 2 ബെഡും ഇതെല്ലാം ആയിട്ട് നമുക്ക് നമ്മളാണെങ്കിൽ 2 റൂം എടുത്താലും എല്ലാവരും റൂമിലാണ് നിൽക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ ഇവർ തന്നെ കൊണ്ടുവന്നല്ലേ. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഇൻഷുറൻസ് കവറേജുകൾ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വിശേഷമായിട്ട് നാളെ വരാം. ടയർഡായിട്ടെ. ഇപ്പോൾ സമയം എത്ര മണിയായി? 12 മണിയായി. രാവിലെ എത്ര മണിക്ക് നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന്? 11 മണിക്ക് ഇറങ്ങി. നമ്മൾ രാത്രി 12 മണിക്ക് കിടക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ അവിടെ പോയിട്ട് അവിടെയെല്ലാം കയറി. അതാണ് കുറച്ചും കൂടി ഇതായിട്ട്.